അങ്ങനെ നമ്മൾ വള്ളക്കടവെന്ന് വന്നിട്ടോ, വള്ളക്കടവെന്ന് വന്ന് വണ്ടിപ്പെരിയാറ് വന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ബോട്ടിംഗ് ഉണ്ട് പാക്കേജ്. അപ്പം അതിന് വന്ന അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ, ബസ്സിന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എലിഫൻറ്റ് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവ് തേക്കടിയുടെ ടിക്കറ്റ് കൗണ്ടർ. ഈ ബസ്സിലാണ് നമ്മളെ ബോട്ടിങ്ങിന് അങ്ങോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. ഇവിടെ ആനകളെ കണ്ട, ആനയുടെ വടം മാത്രമേ ഉള്ളൂ. കുരങ്ങ് കുരങ്ങന്മാർ ഓടിക്കളിക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പാക്കേജ് എടുത്ത കാരണം ടിക്കറ്റ് ബോട്ടിങ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കണ്ട, നമ്മളിവിടെ വന്ന് ടിക്കറ്റ് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കയറാൻ ഇവിടെ ബോട്ടൊക്കെ താഴെ കിടക്കും. അപ്പോൾ അടിപൊളി സ്ഥലമാണല്ലോ. ഒരാളിരിക്കുന്നു, ഒരുത്തൻ അവിടെ ചാടി കളിക്കണം. അവിടെ ബോട്ട് കണ്ട. അപ്പം നമ്മൾ താഴേക്ക് പോയി ഇരിക്കണം എന്ന് തോന്നുന്നു. അവിടെ ചെല്ലട്ടത് ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഭയങ്കര തിരക്കാണ്. ഇതുണ്ടോ വന്ന ആൾക്കാർ അവിടെ ഇറങ്ങണം. ഇവിടെ നോക്കിയ ഇതുണ്ടോ ബോട്ടിങ്ങിനുള്ള ക്യൂവാ. ആൾക്കാർ ടിക്കറ്റ് പോലും കാണിക്കാനല്ല, ഇടിച്ച് കയറണുണ്ട്. ഇത് ബോട്ടിങ് കഴിഞ്ഞ് വന്ന ആൾക്കാർ കണ്ടതെ അതിലെ കൂടെ കയറിയിട്ട് മുകളിലോട്ട് പോകും. ഞങ്ങളുടെ ബോട്ടിൻ്റെ പേര് വനജോത്സനാന്നാട്ടോ. ആണോ? ഞങ്ങൾക്ക് ലോവർ ഡെക്കാണ് കിട്ടിയത്. മുകളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരുന്നു ആനിമൽസിനൊക്കെ കാണാൻ. എന്താ ആനിമൽസൊക്കെ ഉണ്ടോ ഇല്ല അറിയത്തില്ല, ഇതുവരെ ഒന്നും കണ്ടില്ല. നോക്കാം, നല്ല ഭംഗിയില്ല. ഇവിടെ ഇഷ്ടംപോലെ ബോട്ടൊക്കെ കിടക്കും. അത് മോട്ടോർ ബോട്ടാണെന്ന് തോന്നുന്നു. മാനുവലി ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ടൈപ്പൊക്കെ. നമ്മൾ അങ്ങോട്ടൊന്നും പോയിക്കൊണ്ടിരിക്കുക. ഹോളിഡേ ഉണ്ടാണ്, നല്ല തിരക്കാണ്. ഇവിടെ കാട്ടുപോത്തുണ്ട് കണ്ടാ, ഇത് കാട്ടുപോത്ത്. ഇവിടെ കാട്ടുപോത്തൊക്കെ മേയുന്നുണ്ട്. നമ്മളിതില്ല ട്രക്കിന് പോയിട്ട് ഒരു കാട്ടുപോത്തിനെ ഒന്നിനെയും കണ്ടില്ല. അത് പെരിയാർ, ഇത് വനജോത്സന. ഇതാട്ടോ നമ്മുടെ ബോട്ട്. ഞങ്ങൾക്ക് ലോവർ ഡെക്കാണ് കിട്ടിയത്. നമ്മൾ ഇതിൽ കയറിയപ്പോൾ ആള് പറഞ്ഞു ഇതല്ല നമ്മുടെ ബോട്ട്. ഈ സാധനമൊക്കെ ഇടണോ? നമ്മുടെ ബോട്ട് പെരിയാറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് ബോട്ടിൽ കയറി. അവിടെ കണ്ടോ കാട്ടുപോത്ത്, അവിടെ. അങ്ങനെ നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 3:36 ഇത് 1, 2, അവിടെ ഒരു ബോട്ട്, ഈ ഒരു ബോട്ട്, 4 ബോട്ടൊക്കെ പോണ. ഇത് ശരിക്കുള്ള പക്ഷി. ആ തൂണിന്റെ പക്കത്തൊരു നീർക്കാക്ക ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു പ്രതിമയാണ്. അപ്പൊ അവിടെ കുട്ടിപോലെ കണങ്ങുന്നത്. നീർക്കാക്ക നമ്മളെ ബോട്ട് തിരിവാ. അങ്ങോട്ട് പോണേന്ന് തോന്നുന്നു. അവിടെ കാട്ടുപോത്തൊക്കെ ഇപ്പുണ്ട്.
പതിയിരിക്കുന്നുണ്ടോ, നീർക്കാക്കയാന്ന് തോന്നുന്നു. കഴുത്തൊക്കെ നീട്ടി മഞ്ഞ കൊക്കൊക്കെ ഉണ്ടായി കേട്ടാ. കുറേ മാനുകൾ കൊണ്ടില്ല, അതിന് കിട്ടുമോന്ന് തന്നെ അറിയില്ല. എന്താണ് മാനുകളുണ്ട്. അപ്പുറത്ത് മാനുകളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണുന്നില്ല, അങ്ങ് ദൂരെയാണോ. ഒരു കടവുണ്ടല്ലോ, ആൾക്കാർ ഇരിക്കുന്നു. അവിടെയൊക്കെ ഇഷ്ടം പോലെ മാറ്റിട്ട് അവിടെ എന്തോ ഉണ്ട്. അവിടെ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ, അവിടെ കണ്ടോ, വലിയൊരു കാട്ടുപോത്ത്. മാനുണ്ടെന്ന് തോന്നുന്നു, മാനുണ്ട്, കാട്ടുപോത്തും ഉണ്ട്. 3 കാട്ടുപോത്ത് കണ്ടു. ഇയാളങ്ങോട്ട് തിരിക്കുവാന്ന് തോന്നിയ ഒരു ബോട്ട് പോണു. ബോട്ടുകൾ ഒത്തിരി ഇവിടെ നിന്ന് തിരിയുന്നു, അപ്പം കാണാൻ പറ്റില്ല. ഒരു പ്രത്യേകമായിരിക്കും തിരിയണം. ഇയാൾ ഈ ചാലില പോണ. ഈ 2 പ്രത്യേക ഒരാൾ നീന്തിപ്പോണ്. എവിടെ പോണ എവിടെ പോണ? നീന്തിപ്പോണ്. ആ 2 ബോട്ടുകൾ പോയിട്ട് വന്നു. അവിടെ ആനയുണ്ട്. നമ്മുടെ ബോട്ടുകാരൻ, അയ്യോ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വേറൊരു ബോട്ട് തന്നെ. ആന അവിടെ
അയ്യോ ആനയുണ്ട് ഇവിടെ. ഈ ബോട്ടുകാരനെ എവിടെയോ കൊണ്ടുപോകുന്നു. അയ്യോ ആ പുള്ളി തിരിവാ. അയ്യോ ആണിതേ കാട്ടി കയറി പോവാ. ഈ ബോട്ടുകാരൻ തിരിക്കണ വേറൊരു പണി. പോയി പോയി പോയി. കൂടാന്നൊരു ബോട്ട് വരുന്നത്. പുറയിലൊരു ബോട്ടുണ്ട്. അവിടെ നിന്നൊരു പുള്ളി ഫോട്ടോ കാരണം പുള്ളി കാണിക്കുന്നത്. നമ്മൾ അവിടെയല്ലേ ആന നിന്ന് ഈ പോകുന്ന ഇവിടെ 2 പക്ഷികൾ ഇരിക്കുന്നു. അതിനെ നീർക്കാക്ക അതിനേലും കിട്ടുക. മഴക്കാറും ഭയങ്കര അടിപൊളി. അവിടെ ഒരു കാട്ടുപോത്തുണ്ട്. മാനുണ്ട്. കാട്ടുപോത്ത് 1, 2, 3
പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ ബാക്കിൽ 2 ബോട്ട് വരുന്നത്. മഴക്കാറുമായി അവരുടെ ബോട്ടൊക്കെ കണ്ടോ, കരയുടെ സൈഡിൽ കൂടെ കൊണ്ടുപോകണം. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ബോട്ട് നടുക്ക് കൂടെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ആനിമൽസിനെയൊക്കെ എങ്ങനെ കാണും? കാണാൻ പറ്റിയില്ല. ഈ മരക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുറെ മാനുകൾ ഇപ്പോൾ ഉണ്ട്. കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുവാ. മഴ ഉണ്ടോ? മഴ കുറച്ച് മാനുകൾ ഇപ്പോൾ ഉണ്ട്. മാനാണല്ലോ, മാനാന്ന് തോന്നുന്നു. ബോട്ടിങ് കഴിഞ്ഞ് വന്നുണ്ടാ. ബോട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമ്മൾ വേഗം ആദ്യം പോകുന്ന ബസ്സിൽ ഓടിക്കരുത്. നമ്മൾ കയറിയ സ്ഥലത്ത് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകും. കണ്ടോ, നമ്മൾ കയറിയ സ്ഥലത്ത് തിരിച്ചു വന്നു. ഈ ബസ്സിൽ നമ്മൾ വന്ന മഴക്കാറും വയ്ക്കും. അപ്പം എന്തായാലും ബൈ ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ആരും കമൻ്റൊന്നും ചെയ്യാറില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, കമൻറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഹോട്ടലാണെന്ന്, ബാംബു ബ്രോ. ഇത് ടോയ്ലറ്റിലേക്കുള്ള വഴി കേട്ടോ. പക്ഷെ ഇവിടെ എന്തോ പാർക്കൊക്കെ ഉണ്ടെന്നോ. ഒരു ഓല വീട്. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.
ഇനിയിപ്പോൾ നമ്മളെങ്ങനെയായാലും പെട്ടെന്ന് വീട്ടിലെത്താം. നമ്മൾ വളരെ ഒരു ഇതുള്ള കണ്ടീഷനിലായിരുന്നു ഇങ്ങോട്ട് വന്നത്. നമ്മൾ പോരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കും മോനൊക്കെ സുഖമില്ലാണ്ട് വന്നത്. രണ്ടുപേരും ഡങ്കിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടിപ്പോന്നതാണ്. അങ്ങനെ ടെൻഷനുണ്ട് കുറച്ച് എങ്കിലും. പിന്നെ അങ്ങനെയും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ പോകണ്ട പൈലറ്റ് പോകുന്ന വഴിക്ക് കുറേ ഉണ്ട്. അവിടെ ഒരു കടുവയുടെ പടം. കടുവയുടെ ഉള്ളിൽ പല കാട്ടുമൃഗങ്ങൾ, വേഴാമ്പൽ, കരടി, കാട്ടുപോത്ത്, പക്ഷികളൊക്കെ ഉണ്ട്. കണ്ട കുരങ്ങൻ, സിംഹവാലൻ കുരങ്ങൻ ഉണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഇവിടെ തേനീച്ച കൂട് നോക്കിയോ നോക്കട്ടെ. തേനീച്ചനെ വെച്ചാണ് നോക്കി. ഇതുണ്ടോ തേനീച്ച? ഇതിൻ്റെ മോൾ വാന്ന് നോക്കിയ തേനീച്ച കൂട്. അപ്പോൾ ബൈ ബൈ.